ജയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. മണ്ഡലത്തിൽ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഓഗസ്റ്റ് 1 മുതൽ 100 ദിന കർമ്മ പരിപാടികൾ നടപ്പിലാക്കുമെന്ന് കോതമംഗലം MLA ഷിബു തേക്കുംപുറം. മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഓരോ ദിവസം വീതം ജനസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിക്കും. കോതമംഗലം നിയമസഭാ മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഓഗസ്റ്റ് 1 മുതൽ 100 ദിന കർമ്മ പരിപാടി നടപ്പാക്കുമെന്ന് MLA ഷിബു തേക്കുംപുറം. 30 വികസന പദ്ധതികൾ ഉൾക്കൊള്ളുന്ന കർമ്മ പരിപാടിയുടെ വിശദാംശങ്ങൾ കോതമംഗലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ MLA അവതരിപ്പിച്ചു. ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും വികസന പദ്ധതികൾക്ക് രൂപം നൽകുന്നതിനുമായി മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഓരോ ദിവസം വീതം ജനസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിക്കും. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും സംസ്ഥാന ബജറ്റിലും ഉൾപ്പെട്ട പ്രധാന പദ്ധതികളാണ് 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന തങ്ങളം കോഴിപ്പള്ളി ബൈപ്പാസ്, ചേലാട് സ്റ്റേഡിയം, കുടമുണ്ട പാലം, ഭൂതത്താൻകെട്ട് ജലവൈദ്യുത പദ്ധതി, ടൗൺ ഹാൾ എന്നിവയുടെ നടപടികൾ വേഗത്തിലാക്കും. ടൂറിസം മേഖലയിലും പ്രത്യേക ശ്രദ്ധ നൽകും. കോതമംഗലം ടൂറിസം സർക്യൂട്ട്, മൺസൂൺ ഫെസ്റ്റിവൽ, ഭൂതത്താൻകെട്ട് ഓണം ഫെസ്റ്റിവൽ, ഉദ്യാന നവീകരണം, ഇഞ്ചത്തൊട്ടി ഡെസ്റ്റിനേഷൻ വികസനം എന്നിവ നടപ്പാക്കുമെന്ന് MLA ഷിബു തേക്കുംപുറം അറിയിച്ചു. ബഡ്ജറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ CSR ഫണ്ടുകളുടെ ഏകോപനവും ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ 30 പദ്ധതികൾ നമ്മൾ 100 ദിവസം കൊണ്ട് തുടങ്ങുവാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്. എല്ലാവരുടെയും വലിയ പിന്തുണയും സഹകരണവും ഈ കാര്യത്തിൽ പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ പരിപാടി എന്ന് പറയുന്നത് 8 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലുമായി നടപ്പിലാക്കുന്ന ജനസമ്പർക്ക പരിപാടിയാണ്. 6 മാസം കൂടുമ്പോഴെങ്കിലും ഒരു ദിവസം ഒരു പഞ്ചായത്തിൽ എന്ന നിലയിലാണ് ഈ ജനസമ്പർക്ക പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് നിരവധി കാര്യങ്ങളുണ്ട്. നമ്മുടെ കോഴിപ്പള്ളി തങ്ങളം ന്യൂ ബൈപ്പാസ് നമ്മളത് എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കും. ടൂറിസവും വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഭൂതാങ്കെട്ട് ഫെസ്റ്റ് ഉണ്ട്, നമ്മുടെ മൺസൂൺ ഫെസ്റ്റ് ഉണ്ട്. എല്ലാ ഡെസ്റ്റിനേഷനെയും കോർത്തിണക്കിക്കൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പദ്ധതികളുടെ ഏകോപനത്തിനായി ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വികസനാസൂത്രണ വിദഗ്ധർ എന്നിവരെ ഉൾപ്പെടുത്തി ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും. പദ്ധതികളുടെ പുരോഗതി പൊതുജനങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ അറിയാനുള്ള സംവിധാനവും ഒരുക്കും. തുടർന്ന് ചേർന്ന UDF യോഗത്തിൽ MLA ഷിബു തേക്കുംപുറം അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ ഷമീർ പനക്കൻ, ബാബു ഏലിയാസ്, ബോബൻ ജേക്കബ്, KP ബാബു, AT പൗലോസ്, ഇബ്രാഹിം കവലയിൽ, മാത്യു ജോസഫ്, ജോമി തെക്കേക്കര, EM മൈക്കിൾ, MS എൽദോസ്, അബു മൊയ്തീൻ, ബാബു പോൾ, റോയ് കുര്യാക്കോസ്, PM സക്കറിയ, CK സത്യൻ, AC രാജശേഖരൻ, മുഹമ്മദ് ഇക്ബാൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.